അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് മുഹമ്മദ് മഷ്ഹൂദ് നുറാനി. ഞാനിവിടെ കുറച്ച് ദിവസങ്ങളായി ഭാര്യയുടെ പ്രസവാവശ്യാർത്ഥം ട്രിഗർഷോർ ഹോസ്പിറ്റലുമായിട്ട് ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കുറിച്ചും ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതിനേക്കാളിലും ആ ഒരു ധാരണയോ ഒരു എക്സ്പെക്ടേഷനൊക്കെ മികച്ച രൂപത്തിലുള്ള ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ്, കാര്യങ്ങൾ, സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നഴ്സുമാരുടെ ഒരു പേഷ്യന്റ് കെയറിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ഞാനൊന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വലിയ ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കാണിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശരണ്യ മേഡത്തെ കൺസൾട്ട് ചെയ്യുകയും പിന്നീട് എല്ലാ തവണയും കാണിക്കാവുന്ന സമയത്തൊക്കെ വളരെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാരണങ്ങളാണ് ഇവിടുത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും, അതുപോലെ ഡോക്ടറുടെ ഒരു നമ്മോടുള്ള ഒരു പരിഗണന, അതുപോലെ കെയറിങ്, ഒരു വിനയം, അതുപോലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കേൾക്കുകയും അതിന് വേണ്ട വിശദീകരണം നൽകുകയും ചെയ്യുക. അതുപോലെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള മരുന്നുകളും അതുപോലെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായിരുന്നാലും ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തിയ സമയത്ത് വൈഫിന് ചെറിയൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ വന്നപ്പോൾ അതിന് കുറച്ച് കൂടുതൽ സമയം നമുക്ക് ലാബ് റൂമിൽ ചെലവഴിക്കേണ്ടി വന്നു. കൂടുതൽ സമയം എന്ന് പറയുമ്പോൾ 27 മണിക്കൂറോളം നമുക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഞങ്ങൾ എന്തായാലും ഓപ്പറേഷൻ അല്ലെങ്കിൽ സിസേറിയൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങേണ്ടി വരും. ഞങ്ങളോട് അതിന് തന്നെ നിർദ്ദേശിക്കും. 100% ഉറപ്പാണ്. കാരണം ഒരു സാധാരണ പ്രസവത്തിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തു നിൽക്കുക, ഇത്ര എഫേർട്ട് എടുക്കുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള അസാധാരണത്വം നിറഞ്ഞൊരു സംഗതിയാണ്. ഏതായിരുന്നാലും കൂടി ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സുമാരും വളരെ കൃത്യമായിട്ട് വളരെ ക്ഷമയോടെ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ രാത്രി മുതൽ രാവിലെ ഒരു രോഗശീലാണ് 8:30 വരെയുള്ള ഒരു സമയം മുഴുവൻ ആയിട്ട് ആ ഒരു ലാബ് റൂമിന്റെ ഉള്ളിൽ പേഷ്യന്റിനോടൊപ്പം തന്നെ ചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഇനി വരാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു മൂവ്മെന്റിലൂടെ കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ വീണ്ടും ഇനിയും സാധാരണ പ്രസവം തന്നെ ആയി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അൽഹംദുലില്ലാഹ് അതോടൊപ്പം അല്ലാഹുവിന്റെ അപാരമായ ഒരു തൗഫീഖ് കൊണ്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഭാര്യയുടെയും ഒക്കെ ഒരു എഫേർട്ട് കൊണ്ടും അവരുടെ ക്ഷമ കൊണ്ടും ഒക്കെ അൽഹംദുലില്ലാഹ് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ലാബ് റൂമിൽ നിന്ന് റൂമിലേക്ക് മാറിയ സമയത്തും അവിടുത്തെ നഴ്സുമാരാണെങ്കിലും അവിടുത്തെ മറ്റ് ആളുകളൊക്കെ നല്ല രൂപത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ.